അടുക്കള എവിടെയാ? അവിടെ. ഞാൻ നിങ്ങളുടെ സ്വന്തം നില നമ്പ്യാർ. അച്ഛൻ ആളെ മനസ്സിലായോ? പിന്നെ എനിക്ക് മനസ്സിലായി. നമ്മുടെ ഐറ്റം അല്ലേ. ഞാൻ ചേച്ചിയുടെ ആരാധകനാ. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു ഫിഷ് ഫ്രൈ ആണ്. ഭയങ്കര വിശപ്പ്. എന്തെങ്കിലും ഇത് പെട്ടെന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഒന്നുമില്ല, ഒരു പുന്നാര മീൻ വെച്ചിട്ട് ഒരു ഫിഷ് ഫ്രൈ. ഇതൊക്കെ ആസ്വദിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? ഡീറ്റെയിൽ ആയിട്ട് കാണണം, എന്നിട്ടുണ്ടാക്കണം എല്ലാവരും. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഇതാണ് കേട്ടോ നമ്മുടെ പുന്നാര മീൻ. പുന്നാര മീനിനെ നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുക്കാൻ പോവുകയാണ്. എന്റെ ഫുൾ നോട്ടം ഇനി ഇങ്ങോട്ടായിരിക്കും. നമുക്ക് നോക്കാം. എന്ത് കണ്ടോന്ന്? അല്ല, നമ്മുടെ അറേഞ്ച്മെന്റ്സ് മൊത്തത്തിൽ സാറ് കണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചതാ. ഇത് ചെറുനാരങ്ങ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ടേസ്റ്റോടെ ഒഴുകുന്ന കാണാൻ എന്ത് രസവാ. പുന്നാര മീനിനെ ഞാൻ പറഞ്ഞില്ലേ പുന്നാരിച്ചെടുക്കാന്ന്. തക്കുട പൊട്ടൻ അവന്റെ തൊട കണ്ടില്ലേ? ഞാൻ പോകുമ്പോ നീക്കെ വരുന്നെങ്കിൽ വാടാ. വെറുതെ ഒരു കൈ. ഇത് അവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് ഈ വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുക്കാനുണ്ട്. എന്റെ അമ്മോ, എന്ത് സാധനോടാ അത്? കുറെ നേരം ആയടാ തുടങ്ങിയിട്ട്. എല്ലാ സ്കൂളിലും ഒരു ടീച്ചറും എല്ലാ ഏരിയയിലും ഇതുപോലൊരു ചേച്ചി ഉണ്ടാവും. അതൊരു പ്രകൃതി നിയമമാണ്. നേരെ അത്യാവശ്യം സന്ധ്യയായി തുടങ്ങിട്ടോ. ഒന്ന് ഇളകി ഇരുന്ന് തേച്ച് കഴിക്കണ എന്റെ വാസന്തി. അരയിളകി തേക്കടി തിളങ്ങും വണ്ണം തേക്കടി. എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ഇടിച്ചിട്ടുണ്ട്. ഇതാ തന്നാലുണ്ടല്ലോ അങ്ങ് ഇടിച്ചിട്ട്. എന്താ പ്രശ്നം? അങ്ങോട്ടൊക്കെ ഇഞ്ചി ഇടിയൊന്നുമില്ല ഗൈസ്. ചരക്കാനുള്ള നമ്മുടെ ത്രേസി ചേച്ചി ഇങ്ങോട്ടൊക്കെ തന്നെ കണ്ട ആളൊരു ബോംബാ. എന്ന് ചേച്ചി എന്തെങ്കിലും ജോലി തരുമെന്നൊക്കെ ചോദിക്കുമല്ലോ, ശമ്പളം വേണ്ടെന്ന്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മുതലാളി മറന്നുപോയതാ. ഈ വക ജോലിയൊക്കെ എടുക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ബോക്സിൽ കമന്റ് ഇട്ടോളൂ. I want that job right now. ഇങ്ങനെയാണോ വീഡിയോ എടുക്കുന്നത്? എന്ത് പറ്റി സാർ? ഇട്ട് നോക്ക്, ഒന്നിട്ട് നോക്കി. ഈ ബോക്സിൽ കമന്റ് ഇട്ടോളൂ. ഓ മീൻ, ഇപ്പൊ പുന്നാര മീൻ. ഞാൻ അതിന്റെ മുഖം പോലും കണ്ടില്ലല്ലോ. മുഖത്തിലൊന്നും ഒരു കാര്യമില്ല ചെല്ല. അതേപടി കാണിക്കുന്ന ഒരു പഴഞ്ച സ്റ്റൈലാ. അതുകൊണ്ട് സിംബോളിക് ആയിട്ടാ നമ്മൾ കാണിച്ചിരിക്കുന്നത്. നിന്റെ ബുദ്ധി ഭയങ്കരമാണല്ലോടാ. സംഗതി സൂപ്പർ ആയിട്ടുണ്ട്. ഇത് കേൾക്കും. എന്തായാലും വെറൈറ്റി. അയ്യോ, എന്താ ഇത്? ഏത് ഇത്രയും വേണ്ടായിരുന്നു. എന്തായാലും വെറൈറ്റി പേരുകളും മീനുകളൊക്കെ കിട്ടുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും ഞാൻ തളരില്ല. അമ്മായി ഫിഷ് ഫ്രൈ നമുക്ക് ഫ്രൈ ചെയ്താലോ? ഇത് കണ്ടു മടുക്കത്തില്ലോടാ. കഥകള് വേറെ വേറെ ആയിരിക്കും. നല്ലതാ, ഒരിടക്കാല ആശ്വാസത്തിന്. എന്തായാലും മീൻ കഴിക്കാൻ കുറച്ച് ടൈം കൂടെ എടുക്കുന്ന തോന്നുന്നു. മതി, തിരക്കില്ല. അപ്പൊ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ചേച്ചിയുടെ പടം ഈ കമ്പ്യൂട്ടറിലൊക്കെ ഉണ്ടല്ലേ? കമ്പ്യൂട്ടറിലാ? ആ കടയിൽ നിൽക്കണ ചെറുക്കൻ കാണിച്ചെന്നല്ല. ഇനി ഈ മസാല ചതച്ച് വെച്ച് അത് അവിടെ ഒന്ന് വേവുന്ന സമയം കൊണ്ട് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. മക്കളെ, കത്തിയിൽ ശ്രദ്ധിക്കണം. കത്തിയുടെ കാര്യം പറയുമ്പോൾ കത്തിയിൽ മാത്രം ശ്രദ്ധിക്കുക. കടി തീർന്നോ? എവിടെ തീരും? അത് ഈ ജന്മങ്ങളോടത്തോളം ഉണ്ടാവും. ഞാൻ ഏത്തക്കാപ്പത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. എനിക്കറിയാം നിങ്ങൾ റോളക്സിലോട്ട് പോയെന്നുള്ളത്. എനിക്കെന്തോ പോലെ ഒരേപ്പടം കാണുന്ന ലാഘവത്തോടെ ഉണ്ടാക്കാനുള്ളതല്ല കറി. ഒരു ദിവസം നമുക്ക് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാം കേട്ടോ. മറക്കരുത് കേട്ടോ. വരാം, മറക്കാതെ വരാം. അപ്പൊ എല്ലാ പുതിയന്മാർക്കും വേണ്ടിയിട്ട് ഞാനിതാ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മസാലയിൽ ചതച്ച് വെച്ച് വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. നമ്മുടെ പുന്നാര മീൻ റെഡി ആയിട്ടുണ്ടേ. ഒന്ന് കഴിച്ചു നോക്കാം. പേര് പോലെ തന്നെ പുന്നാര മീനാണ്. ഒരു ദിവസം പറ്റുന്ന നേരം ഉണ്ടാക്കി നോക്കണം. എന്നിട്ട്
വീഡിയോ നന്നായിട്ട് കണ്ട് ശ്രദ്ധിച്ച് കുക്കിംഗ് കണ്ടിട്ട് കേട്ടോ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ ബൈ. പോയി ഇതിനൊക്കെ ഒരു ഭാഗ്യം വേണം. അപ്പൊ പിന്നെ കാണാം. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. ഓക്കെ. വീഡിയോക്ക് റെസ്പോൺസ് എങ്ങനെ ഉണ്ട്? 17 വ്യൂ. എനി കമന്റ്സ്? 7 കമന്റ്സ്. വായിക്കേ. എണീറ്റ് പോടാ തിണ്ടി. So please, whatever.